Dear students, today we are going to start a new topic in quantitative techniques, that is probability distributions. Probability distributions are also called theoretical distribution. What is a probability distribution? Probability distribution is a frequency distribution of a random variable. What is probability distribution? It is a frequency distribution. Basically, it is a frequency distribution, but it is in relation to a random variable. ഒരു റാൻഡം വേരിയബിളുമായി ബന്ധപ്പെട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സാധാരണ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കോളത്തിൽ വേരിയബിൾ കാണിക്കും, ഹെഡിങ് വേരിയബിളിൻ്റെ പേര് കൊടുക്കും, അതിന് താഴെയായിട്ട് ആ വേരിയബിൾ വാല്യൂസ് കൊടുക്കും. വലതു ഭാഗത്തായിട്ട് ആ ഓരോ വേരിയബിൾ വാല്യൂവും എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു ആ ഫ്രീക്വൻസിയും കാണിക്കും. അതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എന്നാൽ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഒരു റാൻഡം വേരിയബിളുമായി ബന്ധപ്പെട്ടാകുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ വേരിയബിളിന് പകരം റാൻഡം വേരിയബിളാണ് കാണിക്കുന്നത്. ആ കോളം ഹെഡിങ്ങിന് താഴെയായിട്ട് ആ റാൻഡം വേരിയബിളിന് സ്വീകാര്യമായിട്ടുള്ള വാല്യൂസ് കാണിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ കോളത്തിൽ ആ ഓരോ റാൻഡം വേരിയബിളും സംഭവിക്കാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റിയാണ് ഫ്രീക്വൻസി ആയിട്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹിയർ frequency refers to probability for the occurrence of various values of random variable. Okay, a random variable, a random variable is a variable whose values are determined by the outcome of a random experiment. നേരത്തെ നമ്മൾ പഠിച്ചതാണ് എന്താ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ. ഒരു വേരിയബിളാണ്, അതിൻ്റെ വാല്യൂസ് ആർ ഡിറ്റർമിൻഡ് ബൈ ദി ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. This random variable is also called chance variable or stochastic variable. Okay, then നമുക്ക് എങ്ങനെയാണ് റാൻഡം വേരിയബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. സപ്പോസ് എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ദി വാല്യൂസ്. ഇവിടെ എക്സ് എന്ന വേരിയബിൾ റാൻഡം വേരിയബിൾ ആണ്. And this random variable x can assume the values x1, x2, x3, etc. up to xn with the corresponding probabilities of p1, p2, p3, etc. pn. Then the probability distribution is, ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. എക്സ് എന്ന റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. ഇവിടെ നോക്കൂ, ഇതാണ് റാൻഡം വേരിയബിളാണ് എക്സ്. ഈ എക്സിന് സ്വീകാര്യമായിട്ടുള്ള വാല്യൂസാണ് x1, x2, x3, etc. അപ് ടു x1 വരെ. ഈ x1 എന്ന വാല്യൂ എക്സ് എന്ന റാൻഡം വേരിയബിളിന് x1 എന്ന വാല്യൂ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് p1. x2 എന്ന വാല്യൂ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി p2. x3 എന്ന വാല്യൂ സംഭവിക്കാൻ സാധ്യതയുള്ളത് പ്രോബബിലിറ്റി p3 ആണ്. ഓക്കെ, ഇങ്ങനെ കാണിക്കുന്ന ഈ ഒരു റാൻഡം വേരിയബിൾ എക്സ് എന്ന റാൻഡം വേരിയബിളുമായി ബന്ധപ്പെട്ട് ഉള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതിനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് റാൻഡം വേരിയബിളാണ്. ഇത് ആ റാൻഡം വേരിയബിളിൻ്റെ ഈ വാല്യൂസൊക്കെ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് രണ്ടാമത്തെ കോളത്തിൽ കാണിക്കുന്നത്. ക്ലിയർ? അതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓർ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. നോക്കൂ ഒരു എക്സാമ്പിൾ കൂടെ. ടോസിങ് എ കോയിൻ ഈസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ആൻഡ് ഗെറ്റിംഗ് ഹെഡ് മേ ബി കൺസിഡേർഡ് ആസ് എ റാൻഡം വേരിയബിൾ. ഹെഡ് കിട്ടുക എന്നുള്ളതാണ് റാൻഡം വേരിയബിൾ. ഹിയർ ദി റാൻഡം വേരിയബിൾ ഓഫ് ഗെറ്റിംഗ് ഹെഡ് ക്യാൻ അസ്യൂം വാല്യൂ 0 and 1. ഇവിടെ കോയിൻ ടോസ് ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടുക എന്നാണ് നമ്മുടെ റാൻഡം വേരിയബിൾ എന്ന് വിചാരിക്കുക. ഗെറ്റിംഗ് ഓഫ് ഹെഡ് ഈസ് ദി റാൻഡം വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ ആ ഹെഡിന് സ്വീകാര്യമായിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ഹെഡ് കിട്ടിയാൽ അത് ഒരു തവണ ഹെഡ് കിട്ടി. ഇനി ടെയിലാണ് കിട്ടുന്നതെങ്കിൽ എത്ര ഹെഡ് കിട്ടി? 0 ഹെഡാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്പർ ഓഫ് ഹെഡ് ഇതാണ് റാൻഡം വേരിയബിൾ. ഓക്കെ,
റാൻഡം വേരിയബിളിന് സ്വീകാര്യമായിട്ടുള്ള വാല്യൂസ് നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുമ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടെയിലാണ് കിട്ടിയതെങ്കിൽ നമ്പർ ഓഫ് ഹെഡ്സ് 0 ആണ്. ഇനി ഹെഡാണ് കിട്ടിയതെങ്കിൽ നമ്പർ ഓഫ് ഹെഡ്സ് 1 ആണ്. ഓക്കെ, ഇനി ഈ 0യ്ക്കും 1നും സംഭവിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് പ്രോബബിലിറ്റി ഓഫ് ഹെഡ്. 0 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, അതായത് ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടെയിലോ ഹെഡോ കിട്ടാം. അപ്പോൾ ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ 0 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. അതേപോലെ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1. ഇതെല്ലായ്പ്പോഴും പ്രോബബിലിറ്റി ടോട്ടൽ, അല്ലെങ്കിൽ ഇവിടെ ഈ ഫ്രീക്വൻസി എന്ന കോളത്തിൽ നമ്മൾ കാണിക്കുന്ന പ്രോബബിലിറ്റി വാല്യൂ, അതിൻ്റെ ടോട്ടൽ എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ? ഇപ്പോൾ റാൻഡം വേരിയബിളും റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസും കാണിക്കുന്നു. ആ വാല്യൂ ഓരോ വാല്യൂവും സംഭവിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് രണ്ടാമത്തെ കോളത്തിൽ കാണിക്കുന്നത്. പ്രോബബിലിറ്റി ടോട്ടൽ എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ക്ലിയർ? ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എ കോയിൻ ഈസ് ടോസ്ഡ് 2 times. കൺസ്ട്രക്ട് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗെറ്റിംഗ് ഹെഡ്. ഗെറ്റിംഗ് ഹെഡ് എന്നതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ. ആ റാൻഡം വേരിയബിളിന് സ്വീകാര്യമായിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയായിരിക്കും? ഇവിടെ 2 കോയിനാണ് ടോസ് ചെയ്യുന്നത്. 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇങ്ങനെയാവാം: ഹെഡ് ഹെഡ്, ഹെഡ് ടെയില്, ടെയില് ഹെഡ്, ടെയില് ടെയില്. ഇങ്ങനെ 4 ഔട്ട്കംസ് വരാം. ശരിയാണല്ലോ? 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത്, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 ആണ്. 2 കോയിൻ ആകുന്ന സമയത്ത് 2 × 2 4 ആണ്. ആ 4 ഔട്ട്കംസ് ആണ് ഇതൊക്കെ. ഓക്കെ, സോ ദി റാൻഡം വേരിയബിൾ ഗെറ്റിംഗ് ഹെഡ് ക്യാൻ അസ്യൂം വാല്യൂസ് 2 1 0. ശരിയാണല്ലോ? അപ്പം ഗെറ്റിംഗ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് കിട്ടുക. ഇവിടെ ഹെഡ് കിട്ടുന്നത് 2 ആണ്, ഇവിടെ ഹെഡ് കിട്ടുന്നത് 1 ആണ്, ഇവിടെയും ഹെഡ് കിട്ടുന്നത് 1 ആണ്, ഇവിടെ ഹെഡ് 0 ആണ്. അപ്പോൾ 0, ഇവിടെ 1, ഇവിടെ 2. അപ്പോൾ 0 1 2 എന്നീ 3 വാല്യൂസാണ് ഗെറ്റിംഗ് ഹെഡ് എന്ന റാൻഡം വേരിയബിളിനെ അസ്യൂം ചെയ്യാവുന്ന വാല്യൂസ്. അപ്പോൾ നമ്പർ ഓഫ് ഹെഡ്സ് 0 1 2. ഓക്കെ, ഇനി ഓരോന്നും സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി. 0 ഹെഡ് സംഭവിക്കുന്നത് 2ഉം ടെയിലാവുന്ന സമയത്ത്. നോക്കൂ, ഇതെത്രയാണ്? ടോട്ടൽ ഔട്ട്കം 4 ആണ്, അതിൽ 1/4. ഓക്കെ, 1 ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നോക്കൂ. ഇവിടെയും 1 ഹെഡ് ഉണ്ട്, ഇവിടെയും 1 ഹെഡ് ഉണ്ട്. അപ്പോൾ 2/4 ആണ്. 2/4 എന്ന് പറഞ്ഞാൽ 1/2. ഓക്കെ, 2 ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1 ഉള്ളൂ. അപ്പോൾ 4ൽ 1, അപ്പോൾ 1/4. ഇതെല്ലാം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1/4 + 1/2 + 1/4 = 1. ഓക്കെ, ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗെറ്റിംഗ് ഹെഡ്സ് വെൻ 2 കോയിൻസ് ആർ ടോസ്ഡ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 3 കോയിൻസ് ആർ ടോസ്ഡ് സൈമൾട്ടേനിയസ്ലി. അപ്പോൾ 3 കോയിൻ ഒന്നിച്ച് ടോസ് ചെയ്യുകയാണ്. കൺസ്ട്രക്ട് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗെറ്റിംഗ് ഹെഡ്. ഇപ്പോൾ 3 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് 2⁻³ എന്ന് പറയുമ്പോൾ 2 × 2 × 2 8 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 8 ആണ് വരിക. അത് ഏതൊക്കെയായിരിക്കുമെന്ന് നോക്കൂ. H ആവാം, 3ഉം ഹെഡ് ആവുന്നു. പിന്നീട് 2 ഹെഡ് ആവുന്നത് ഇങ്ങനെയൊക്കെ വരാം: HT HT H TH എന്നിങ്ങനെ 2 ഹെഡ് വരുന്ന രീതിയിലാവാം. പിന്നെ ഒരു ഹെഡ് വരുന്നത് നോക്കൂ: HTT THH TTH എന്നിങ്ങനെ ആവാം. ഇനി 0 ഹെഡ് വരുന്ന കേസ്, അതായത് എല്ലാം ടെയിൽ വരിക, TTT. അപ്പോൾ ഇവിടെ റാൻഡം വേരിയബിൾ ഓഫ് ഗെറ്റിംഗ് ഹെഡ് ക്യാൻ അസ്യൂം വാല്യൂസ്. ഏതൊക്കെ വാല്യൂ അസ്യൂം ചെയ്യാം? നോക്കൂ, ഇവിടെ ഗെറ്റിംഗ് ഹെഡിന് 3 എന്ന വാല്യൂ അസ്യൂം ചെയ്യാം. പിന്നെ 2, ഇവിടെയൊക്കെ 2 ആണ്, 2 എന്ന വാല്യൂ അസ്യൂം ചെയ്യാം. ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്, 1 എന്ന വാല്യൂ അസ്യൂം ചെയ്യാം. 0 1 2 3 എന്നീ വാല്യൂസ് അസ്യൂം ചെയ്യാം. അപ്പോൾ 3 കോയിൻ ആകുന്ന സമയത്ത് എത്ര ഹെഡ് വരെ കിട്ടാം? 3 ഹെഡ് വരെ കിട്ടാം. തീരെ ഹെഡ് കിട്ടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ 3 മുതൽ 0 വരെ, അല്ലെങ്കിൽ 0 മുതൽ 3 വരെ ആ വാല്യൂസ് സ്വീകരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഓരോന്നിനുള്ള പ്രോബബിലിറ്റി നോക്കൂ. 0 ഹെഡ് ആകുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, TTT 0 ഹെഡ്. അപ്പോൾ 1/8. ടോട്ടൽ
8 ആണ് 1/8. ഓക്കെ, 1 ഹെഡ് നോക്കൂ, 1 ഹെഡ് 1 2 3, ഈ 3 എണ്ണം 3/8. 2 ഹെഡ്സ് നോക്കൂ, 1 2 3, 3/8. ഇനി 3 ഹെഡ്സ് നോക്കൂ, ഒരു കേസേ ഉള്ളൂ, 1/8. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 8/8 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ക്ലിയർ? ഇതാണ് റാൻഡം വേരിയബിൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആയല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. 4 coins are tossed simultaneously. Construct a probability distribution of getting head. അപ്പോൾ 4 കോയിനാണ് ഇവിടെ സൈമിൾട്ടേനിയസ് ആയിട്ട് ടോസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ഔട്ട്കം, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയായിരിക്കും? ഓർത്ത് നോക്കിയാൽ 2⁴ എന്ന് പറയുമ്പോൾ 2 × 2 × 2 × 2 എന്ന് പറഞ്ഞാൽ 2 × 2 4, 4 × 2 8, 8 × 2 16. ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് 16 ആണ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് H 4 ഹെഡ് വരുന്നു, അത് ഒരൊറ്റൊരു ഔട്ട്കമേ അങ്ങനെ ഉണ്ടാവും. പിന്നെ 3 ഹെഡ് വരുന്നു നോക്കൂ, T എന്നിങ്ങനെ 4 ഔട്ട്കംസ് വരും. 3 ഹെഡ് വരുന്ന 4 ഔട്ട്കമാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2 ഹെഡ് വരുന്ന നോക്കൂ, H എന്നിങ്ങനെ 2 ഹെഡ് വരുന്ന ഔട്ട്കംസ് ഈ രീതിയിലൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 2 ഹെഡ് വരുന്ന 2 3 4 5 6 ഔട്ട്കംസ് ആണ് അങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഹെഡ് വരുന്നത് നോക്കാം. TTH എന്നിങ്ങനെ 4 ഔട്ട്കംസ് ഒരു ഹെഡ് മാത്രം വരുന്നതാണ്. അതുപോലെ 0 ഹെഡ് വരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം ടെയിൽ സംഭവിക്കുന്നു. T. അപ്പോൾ പോസിബിൾ ഔട്ട്കംസ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഔട്ട്കംസാണ്. അപ്പോൾ 4 കോയിൻ ആയതുകൊണ്ട് തന്നെ 4 ഹെഡ് വരാലോ. എല്ലാം ടെയിൽ വന്നു കഴിഞ്ഞാൽ ഹെഡ് 0 ആണ്. അപ്പോൾ 0 മുതൽ 4 വരെയാണ് നമ്പർ ഓഫ് ഹെഡ്സ് വരിക. ഇനി ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി നോക്കിക്കോളൂ. 0 ഹെഡ് ആവുന്ന ഇതാണ്, എല്ലാം ടെയിലാവുമ്പോൾ 1/16. ഓക്കെ, ഇനി 1 ഹെഡ് വരുന്നത് നോക്കൂ, ഇവിടെ 1 2 3 4 4/16 ആണ് എന്ന് പറഞ്ഞാൽ 1/4 എന്ന് നമുക്ക് എഴുതാം, 4/16. ഓക്കെ, ഇനി 2 ഹെഡ്സ് വരുന്നത് നോക്കൂ, ഇത് 1 2 3 4 5 6 6/16 ആണ്. ഇനി 3 ഹെഡ്സ് വരുന്നത് നോക്കൂ, 1 2 3 4 4/16 ഓർ 1/4 എന്ന് പറയാം. ദെൻ 4 ഹെഡ്സ് വരുന്ന 1/16. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 16/16 ഈക്വൽ ടു 1 എന്ന്. ക്ലിയർ ആയോ? അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. കൺസ്ട്രക്ട് എ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗെറ്റിംഗ് സം ഓഫ് പോയിൻറ്റ്സ് വെൻ 2 ഡൈസ് ആർ ത്രോൺ. 2 ഡൈസ് ത്രോ ചെയ്യാണ്. 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ സമ്മുമായി ബന്ധപ്പെട്ട ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 6 ഔട്ട്കംസ് ആണ് വരിക, ശരിയല്ലേ? അപ്പോൾ ഇവിടെ 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 6⁻² എന്ന് പറഞ്ഞാൽ 36 ഔട്ട്കംസ് ആണ് ടോട്ടൽ ഔട്ട്കംസ് ഉണ്ടാവുക. ആ ടോട്ടൽ ഔട്ട്കംസ് 36 എണ്ണം ഉണ്ടാകുമ്പോൾ വരാൻ സാധ്യതയുള്ള ആ പോയിൻറ്റ്സുകളുടെ 2 ഡൈസിൻ്റെയും പോയിൻറ്റ്സിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആവാം? 1 1 ആവാം, രണ്ടും 1 ആവാം. ഓക്കെ,
1ഉം 1ഉം വരുന്നു. ഏറ്റവും ലോവസ്റ്റ് സം എന്ന് പറയുന്നത് 2 നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ വരിക 2 ആണ്. ശരിയല്ലേ? 1 മുതൽ 6 വരെ നമ്പേഴ്സാണ് ഒരു ഡൈസിൽ ഉണ്ടാവുക. 6 വശങ്ങളിലായിട്ട് 1 2 3 4 5 6 എന്നിങ്ങനെ 6 നമ്പറുകൾ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 6 ഡോട്ട്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 1 കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതിലും 1 കിട്ടിയാൽ 2 വരാം. പിന്നെ മറ്റൊരു കേസ് 1ഉം 2ഉം വരാം. അതേപോലെ 2ഉം 1ഉം വരാം. 1 3 3 1 2 2 എന്നിങ്ങനെ ടോട്ടൽ 4 വരുന്ന കേസ്. ഇവിടെ ടോട്ടൽ 2 വരുന്നു, ഇവിടെ ടോട്ടൽ 3 വരുന്നു, ഇവിടെ ടോട്ടൽ 4 വരുന്ന കേസ്. ടോട്ടൽ 5 വരുന്ന കേസ് നോക്കൂ. 1 4 2 3 3 2 4 1 എന്നിങ്ങനെ വരും. ശരിയല്ലേ? ഇനി ടോട്ടൽ 6 വരിക എങ്ങനെയൊക്കെയാണ്? 1ഉം 5ഉം 6 ആണ്, 2ഉം 4ഉം 6 ആണ്, 3ഉം 3ഉം 6 ആണ്, 4ഉം 2ഉം 5ഉം 1. ഓക്കെ, ഇനി ടോട്ടൽ 7 വരാം. 1 6 2 5 3 4 4 3 5 2 6 1 എന്നിങ്ങനെ 7 വരാം. ഇനി ടോട്ടൽ 8 വരിക എങ്ങനെയാണ്? 2 6 3 5 4 4 5 3 6 2. ടോട്ടൽ 9 വരുന്നത് എങ്ങനെയായിരിക്കും? 3 6 4 5 5 4 6 3. ടോട്ടൽ 10 വരാം. എങ്ങനെ? 4 6 5 5 6 4. ടോട്ടൽ 11 വരും. 5 6 6 5. ഓക്കെ, ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 12 വരും. 6 6. ഇനി ഇതിനേക്കാളും കൂടുതൽ വരില്ലല്ലോ, 6ഉം 6ഉം ആണല്ലോ മാക്സിമം വരും. അപ്പോൾ ഇത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 36 ഔട്ട്കം കാണാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36. ഓക്കെ, 36 ഔട്ട്കംസ് ആണ് വരുന്നത്. അപ്പോൾ റാൻഡം വേരിയബിൾ എന്തായിരുന്നു? സം ഓഫ് പോയിൻറ്റ്സ് ആണ്. ആ സം ഓഫ് പോയിൻറ്റ്സിന് അസ്യൂം ചെയ്യാവുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. 2 വരാം, 3 വരാം, 4 5 6 7 8 9 10 11 12. ഇപ്പോൾ ലോവസ്റ്റ് വാല്യൂ സം 2 ആണ്, ഏറ്റവും മാക്സിമം വാല്യൂ വരുന്ന 12 ആണ്. ഇപ്പോൾ ഈ ടോട്ടൽ പോയിൻറ്റ്സിന്, സം ഓഫ് പോയിൻറ്റ്സിന് സ്വീകാര്യമായിട്ടുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ ഇവ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റി ഏതൊക്കെയാണ് നോക്കൂ. 2 വരിക ഒറ്റൊരു കേസേ വരുന്നു. അപ്പോൾ 1/36. സം 3 വരുന്നത് എത്രയുണ്ട്? 1ഉം 2ഉം 2ഉം 1ഉം. ഇപ്പോൾ 2 ഉള്ളൂ. 2/36. 4 വരുന്നത് 1 2 3. 3/36. ഇനി സം 5 വരുന്നതോ 1 2 3 4. 4/36. സം 6 വരുന്നത് 1 2 3 4 5. 5/36. സം 7 വരുന്നത് 2 4 6/36. സം 8 വരുന്നത് എത്രയുണ്ട്? 1 2 3 4 5. 5/36. 9 വരുന്നത് 4. 4/36. 10 വരുന്നത് 3/36. 11 വരുന്നത് 2/36. 12 വരുന്നത് 1/36. ഓക്കെ, ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 36/36 കിട്ടും. മീൻസ് 1 എന്നർത്ഥം. ക്ലിയർ? അപ്പോൾ ക്ലിയർ ആയല്ലോ എന്താണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാമെന്നൊക്കെ അറിയാലോ. ഓക്കെ, ഇനി നമുക്ക് വാട്ട് ആർ ദി ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടീസ് ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രോപ്പർട്ടിയൊക്കെ എളുപ്പത്തിൽ മനസ്സിലാവും. ഒരു പ്രോപ്പർട്ടി, ഫ്രീക്വൻസി or probability of values of random variable will always be greater than or equal to 0. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓരോ റാൻഡം വേരിയബിൾ വാല്യൂവിൻ്റെയും ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും എല്ലായ്പ്പോഴും. ഓക്കെ, പ്രോബബിലിറ്റി വാല്യൂ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 0യിൽ കൂടുതലായിരിക്കും. ഓക്കെ, 1 വരെയും 1-നിടയിലുള്ള വാല്യൂ ആയിരിക്കും വരിക. നമ്പർ 2, ഫ്രീക്വൻസി or probability of values of random variable will never be negative. ഒരിക്കലും എക്സ് എന്ന റാൻഡം വേരിയബിളിന് സ്വീകാര്യമായിട്ടുള്ള ആ വാല്യൂവിൻ്റെ പ്രോബബിലിറ്റി നോട്ട് ഈക്വൽ ടു നെഗറ്റീവ് വാല്യൂ, ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരാൻ പാടില്ല. ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി ഓഫ് റാൻഡം വേരിയബിൾ വാല്യൂസ് ഈസ് ഈക്വൽ ടു 1. സിഗ്മ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്നർത്ഥം. ഓക്കെ, എക്സ് എന്ന
റാൻഡം വേരിയബിൾ വാല്യൂവിൻ്റെ പ്രോബബിലിറ്റി അതിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റീൻ്റെ ടോട്ടൽ എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ദീസ് ആർ ദി 3 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ? Then types of probability distribution or classification of probability distribution. Probability distributions can be mainly classified into 2 categories. First one is discrete probability distribution and second one is continuous probability distribution. Okay, and under discrete probability distribution there are 2 important probability distribution. One is binomial distribution, okay, and the second one is Poisson distribution. And the second classification, second category is continuous probability distribution. Under continuous probability distribution there is an important distribution, that is normal distribution. For continuous probability distribution എന്ന ആ ക്ലാസിഫിക്കേഷനിൽ ആ കാറ്റഗറിയിൽ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിൽ 2 എണ്ണം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ മൊത്തം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നീ 3 ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റിയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓർക്കുക, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നവയാണ് ബൈനോമിയലും പോയ്സോണും. എന്നാൽ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി നോക്കൂ, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നിങ്ങനെ 2 എണ്ണമായിരുന്നു ആ മെയിൻ ക്ലാസിഫിക്കേഷൻ. നമുക്കത് എന്താ ഡിസ്ക്രീറ്റ് എന്താ കണ്ടിന്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. If a random variable of a probability distribution assumes only certain specified values in a given interval, then it is called discrete probability distribution. ഒരു സ്പെസിഫൈഡ്, ഒരു നിശ്ചിത ഇൻ്റർവെല്ലിലുള്ള സ്പെസിഫൈഡ് വാല്യൂസ് മാത്രമേ റാൻഡം വേരിയബിളിന് സ്വീകാര്യമായിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷനെ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്നാണ് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, 2 coins are tossed simultaneously and getting head is the random variable. നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. 2 കോയിൻ ഒന്നിച്ച് ടോസ് ചെയ്യാണ്, ഹെഡ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ. അങ്ങനെയാകുമ്പോൾ ഈ റാൻഡം വേരിയബിൾ എന്ന വാല്യൂസിന് സ്വീകാര്യമായിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. 2 ടൈൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് 0 ആണ്. 2 കോയിൻ ഉള്ളത് കൊണ്ട് തന്നെ 1 ഹെഡ് വരാം, 2 ഹെഡ് വരാം. അപ്പോൾ റാൻഡം വേരിയബിൾ ക്യാൻ അസ്യൂം വാല്യൂസ് സച്ച് ആസ് 0, 1, 2. ഇപ്പോൾ 2 കോയിൻസ് ആയതുകൊണ്ട് 2 ഹെഡ്സ് വരെ കിട്ടാം. 2 ടൈലായാൽ 0 ഹെഡ് ആവാം. അപ്പോൾ 0 മുതൽ 2 വരെയുള്ള സ്പെസിഫിക് വാല്യൂസ്, അതായത് 0, 1, 2, ഈ വാല്യൂസ് മാത്രമേ റാൻഡം വേരിയബിളിന് സ്വീകാര്യമായിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് അസ്യൂം 1.5 ഓർ 0.3 എക്സെട്ര. ഇങ്ങനെയുള്ള വാല്യൂസ് ഒന്നും അതിന് സ്വീകാര്യമല്ല. 1.5 സ്വീകരിക്കാൻ പറ്റില്ല, 0ക്കും 2നും ഇടയിലുള്ള വാല്യൂ ആണ്. പക്ഷേ 1.5 എന്ന വാല്യൂ സ്വീകാര്യമല്ല. 0.3 എന്ന് പറഞ്ഞാൽ 0ക്കും 2നും ഇടയിലുള്ളതാണ്. പക്ഷേ 0.3 എന്ന വാല്യൂ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്ന ആ റാൻഡം വേരിയബിളിന് സ്വീകാര്യമല്ല. ഓക്കെ, അപ്പോൾ സ്പെസിഫൈഡ് വാല്യൂസ് മാത്രമേ സ്വീകാര്യമായിട്ടുള്ളൂ. അതൊക്കെ 1, 0, 1, 2 എന്നീ 3 വാല്യൂസ് മാത്രമേ റാൻഡം വേരിയബിളിന് സ്വീകാര്യമാകുന്നുള്ളൂ. അങ്ങനെയുള്ള റാൻഡം വേരിയബിളിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ദി 2 ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നമുക്ക് എന്താ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ? If the random variable of a probability distribution assumes any real value, any value in a given interval, then it is called a continuous probability distribution. ഒരു നിശ്ചിത ഇൻ്റർവെല്ലിലുള്ള ഏത് വാല്യൂം സ്വീകാര്യമാകുന്നു ഒരു റാൻഡം വേരിയബിളിന്. അങ്ങനെയാകുന്ന സമയത്താണ് അതിനെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ഇവിടെ ഞാൻ പറഞ്ഞു ഈ റേഞ്ച് 0 മുതൽ 2 വരെ എന്ന് പറയുമ്പോൾ അതിന് ആ റേഞ്ചിലുള്ള 0, 1, 2 എന്നീ 3 വാല്യൂസ് മാത്രമേ സ്വീകാര്യമാകുന്നുള്ളൂ. എന്നാൽ കണ്ടിന്യൂസ് ആകുന്ന സമയത്ത് ആ റേഞ്ചിന് ഉള്ളിൽ വരുന്ന ഏത് വാല്യൂ, അതായത് ഈ 1.5, 0.3 ഉൾപ്പെടെയുള്ള ഏത് വാല്യൂ സ്വീകാര്യമാകുന്നു റാൻഡം വേരിയബിളിന് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാവുന്ന സമയത്ത് ആ
പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നത് ഈ 3 ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ബൈനോമിയൽ, പോയ്സോൺ, ഇവ രണ്ടും ഡിസ്ക്രീറ്റിൽ വരുന്നതാണ്. അതുപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അടുത്ത ചാപ്റ്ററായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ഓക്കെ, താങ്ക് യു.